അട്ടു അട്ടു, ഇന്ന് പരീക്ഷയല്ലേ? അതെ അതെ, ഇന്ന് പരീക്ഷയാണ്. അട്ടു പഠിച്ചോ? ഞാനൊന്നും പഠിച്ചില്ല ചെമ്മി. നുണ പറയാതെ, എനിക്കറിയാം അട്ടു എല്ലാം പഠിച്ചു കാണും. ഇല്ലെന്നേ, ഞാൻ സത്യമായി ഒന്നും പഠിച്ചില്ല. ഇത് തന്നെയല്ലേ കഴിഞ്ഞ പരീക്ഷ സമയത്തും പറഞ്ഞത്? എന്നിട്ട് ക്ലാസ്സിൽ ഒന്നാമൻ നീ. അതെന്തോ അബദ്ധം പറ്റിയതാ. ഞാൻ അന്നും ഒന്നും പഠിച്ചില്ല, ഇന്നും ഒന്നും പഠിച്ചില്ല. ആ ശരി ശരി, ദാ സ്കൂളെത്തി. നിങ്ങളെന്താണ് ഇത്രയും താമസിച്ചത്? ഞങ്ങൾ വരുന്ന വഴി വലിയൊരു പാമ്പ് എന്റെ കാല് ചുറ്റി. അത് എന്നെ തിന്നാൻ വന്നു. നുണ നുണ പറയാതെ അട്ടു. ഞാൻ എന്തിനാ നുണ പറയുന്നേ? ഞാൻ പറഞ്ഞത് സത്യമാ. വേണേൽ ചെമ്മിയോട് ചോദിക്ക്. അമ്പോ, എന്തൊരു കള്ളം. അട്ടു, ഒന്ന് പതുക്കെ പോ. ഈ വഴിയിൽ പാമ്പുകളൊക്കെ ഉള്ളതാണ്. നീ അങ്ങനെ എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. അയ്യോ, എന്നെ പാമ്പ് കടിച്ചേ. അയ്യോ, അത് പാമ്പല്ല അട്ടു, കാട്ടുവള്ളിയാണ്. എന്നിട്ട് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു? ഓ, അതൊക്കെ രക്ഷപ്പെട്ടു. ഞാൻ സാഹസികമായി കാല് ചുറ്റിയ പാമ്പിനടുത്ത് കുറ്റക്കാട്ടോട് ഒറ്റയേറ്. അയ്യേ, അത് പാമ്പൊന്നും അല്ലായിരുന്നു, കാട്ടുവള്ളിയായിരുന്നു. അമ്പടാ, നീ കള്ളം പറഞ്ഞതാണല്ലേ? അയ്യേ അയ്യേ, ഷെയിം ഷെയിം. അയ്യേ ഷെയിം ഷെയിം. എന്താ കുട്ടികളെ അവിടെ ഒരു ബഹളം? എല്ലാവരും പോയിരിക്കെ. ആ, എല്ലാവരും പരീക്ഷയ്ക്ക് തയ്യാറാണോ? അതെ ടീച്ചർ. ഏയ്, ഒന്ന് നിന്നെ. ഞാനൊരു പാവ ഇവിടെ നിൽക്കുന്നത് കണ്ടായിരുന്നോ? നീ അത് ആദ്യം തിന്ന്. ടീച്ചറെ, പൊന്നൻ തീറ്റ കൊതിയനാണ്. ആ ശരി ശരി, സമയം കളയണ്ട. ഇന്ന് പരീക്ഷയല്ല, ചോദ്യം ചോദിക്കലാണ്. എല്ലാവരും തയ്യാറല്ലേ? അതെ ടീച്ചർ. ആദ്യത്തെ ചോദ്യം: കാട്ടിലെ മികച്ച പാട്ടുകാരി ആരാണ്? കിട്ടു പറ. ഏയ്, ആരാ? കാക്ക കാക്ക. ടീച്ചർ, കാക്ക. തെറ്റ്. ശരി ഉത്തരം ആരാ പറയുന്നേ? ഞാൻ പറയാം ടീച്ചർ. ആ, അട്ടു പറ. കുയിൽ. കുയിലാണ് ഉത്തരം. മിടുക്കൻ, ഉത്തരം ശരിയാണ്. ചതിയൻ. അടുത്ത ചോദ്യം: കാട്ടിലെ രാജാവ് ആരാണ്? ചെമ്മി പറയൂ. അറിയില്ല ടീച്ചർ. ആരുത്തരം പറയും? പറയൂ. ഞാൻ പറയാം, സിംഹം. മിടുമിടുക്കൻ. അടുത്ത ചോദ്യം: പക്ഷികളിൽ മനോഹരമായി നൃത്തം ചെയ്യുന്നത് ആരാണ്? പൊന്നൻ പറയൂ. ടീച്ചർ, മയിൽ. ആ, വരൂ വരൂ. എന്താ വൈകിയേ? അത് ടീച്ചറെ. ശരി ശരി, കയറി വാ. ഇവിടെ ഇരിക്കണ്ട, നീ മാറിയിരിക്ക്. നിന്നോട് കൂട്ടുകൂടാൻ കൊള്ളില്ല. ഇങ്ങ് വാ, ഇവിടെ ഇരുന്നോ. പൊന്ന, കുറുക്കനുമായി കൂട്ടുകൂടരുത്. ചങ്ങാതി, നമ്മളെല്ലാം ഇവിടെ ജീവിക്കുന്നവരാ, ആരും അന്യരല്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പൊന്നും പറഞ്ഞതാണ് ശരി. സ്വാർത്ഥരായ കൂട്ടുകാരെക്കാൾ എന്തുകൊണ്ടും ഭേദമാണ് മറ്റുള്ളവർ. കുട്ടികളെ, നിങ്ങൾ കുഞ്ഞു കുറുക്കനോട് കാണിക്കുന്ന ചങ്ങാത്തത്തിൽ ഒരുപാട് സന്തോഷം. പക്ഷേ നിങ്ങൾ എല്ലാവരും എന്തിനാണ് അട്ടുമുയലിന്റെ അടുത്ത് നിന്ന് മാറിയത്? ഒപ്പം നിന്ന് ചതിക്കുന്നവരെ എങ്ങനെ ചങ്ങാതിയാക്കും ടീച്ചർ? നുണ മാത്രം പറയുന്ന ഒരാളെ എങ്ങനെ ചങ്ങാതിയാക്കും ടീച്ചർ? സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ആളെ എങ്ങനെ ചങ്ങാതിയാക്കും ടീച്ചർ? ആ, നിങ്ങളുടെ കാര്യങ്ങൾ പൂർണ്ണമായി എനിക്കറിയില്ല. പക്ഷേ ഒന്ന് പറയാം കുട്ടികളെ, ഒരാളെ ചേർത്ത് നിർത്തുന്നത് വലിയ കാര്യമാണ്. പക്ഷേ
അതൊരാളെ അകറ്റിയിട്ടാകരുത്. നിങ്ങൾ കൂട്ടുകാർ തെറ്റ് കണ്ടാൽ തിരുത്തി കൊടുക്കണം. ഞങ്ങൾ ശ്രമിക്കാം ടീച്ചർ. ശരി ടീച്ചർ, ഞങ്ങൾ ഇനി അട്ടുവിനെ മാറ്റി നിർത്തില്ല.